ഇതെന്താ ചേട്ടാ ആധാരം ഒക്കെ അല്ലേ എടുത്ത്? ആ ഇത് ആധാരം നമ്മുടെ മോക്ക് എഴുതി കൊടുക്കാൻ പോടി. നമ്മുടെ ഈ വീടും വസ്തുവും എന്തോന്ന്? ഈ വീടും സ്ഥലം കൂടെ മോക്ക് എഴുതി കൊടുക്കാൻ പോകുന്നു. അല്ലേ ചേട്ടാ, ഇപ്പൊ തന്നെ അവർക്ക് ആവശ്യം കൂടുതൽ സ്ത്രീധനം കൊടുത്തല്ലേ കെട്ടിക്കുന്നേ. ഇനി ഈ ഉള്ള കടപ്പാടാണ് അവിടെ പേര് എഴുതി കൊടുക്കാൻ പോണു നിങ്ങള്. പിന്നെ ഇതൊക്കെ ആർക്കാ? എടി നമുക്ക് ഒരു മോളല്ലേ ഉള്ളൂ. അവക്കങ്ങ് നമ്മള് ഉള്ള സമയത്ത് അവക്കങ്ങ് എഴുതി കൊടുത്തേക്കുക. പിന്നെ ഒരു ചോദ്യം പറച്ചിലും ഒന്നും വേണ്ട. എടി നമ്മുടെ മോളല്ലേ അവള്. അവളെ നമ്മൾ വളർത്തിയേക്കാണെന്ന് അവക്കറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാനല്ലേ പറയുന്നത്, നമ്മുടെ മോൾക്കല്ലേടി നമ്മൾ കൊടുക്കുന്നത്. ചേട്ടാ അതൊക്കെ ശരിയാ, നമ്മുടെ മോളാണ്, കാര്യം ശരിയാ. പക്ഷെ എങ്കിൽ വന്നു കയറുന്ന പയ്യൻ നമ്മളെ നോക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതെനിക്ക് ഉറപ്പുണ്ട്, അതെനിക്ക് 100% ഉറപ്പുണ്ട്. ഈ മനുഷ്യ വയസ്സാം കാലത്ത് നമ്മൾ പെരുവഴിയിലാകുകയെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തിനാ നീ ആവശ്യമില്ലാതൊക്കെ ചിന്തിക്കുന്നത്? എന്തിനാ? നമ്മുടെ മോക്കല്ലേ നമ്മൾ എഴുതി കൊടുക്കുന്നേ. അവള് നമ്മളെ നോക്കിക്കോളും, ഉറപ്പ്. ഞാനല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് ഇത് ചെയ്യും മനുഷ്യ. ഒന്നും ചിന്തിക്കാനില്ല എടി. ഉള്ള സമയത്ത് നമ്മൾ എഴുതി കൊടുക്കുക. അവക്ക് സന്തോഷമാവില്ലടി. നമ്മളത് അവിടെ പേരിലേക്ക് എടുത്ത് കൊടുക്കുമ്പോ അത് നമ്മുടെ മോളല്ലേടി, ഒന്നും വരത്തില്ല. ഞാനല്ലേ പറയുന്നേ. പോയിട്ട് എന്തായി തീരും. എന്തോ അമ്മ ഇരുന്ന് ആലോചിക്കുന്നത്? എന്നെ പറഞ്ഞോണ്ടുന്ന വിഷമമാണോ? നിന്നെ പറഞ്ഞു വിടുന്ന വിഷമം അമ്മയ്ക്കുണ്ട്, പക്ഷെ അതിലും വലിയ വിഷമം വേറെ മോനെ. എന്താ? അച്ഛനെ അമ്മേനെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കൂലി ഓട്ടോയും ഒരു വാടക വീടുമായിരുന്നു ഞങ്ങൾക്ക്. അവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട ഈ കണ്ടതെല്ലാം അച്ഛനുണ്ടാക്കി. അതെല്ലാം തന്നു വിട്ട മോളെ കെട്ടിച്ചു വിടുന്നത്. പോരാത്തതിന് ഈ കടപ്പാടം വരെ മോൻ്റെ പേരിൽ എനിക്ക് തന്നിരിക്കുക. മോനെ, അമ്മയ്ക്ക് മോനോടൊരു കാര്യം പറയാനുള്ളൂ. ഞങ്ങളെ കണ്ണടയുന്ന നിമിഷം വരെ ആ മനുഷ്യന്റെ കണ്ണു നിറയാൻ നീ ഇടവരുത്തല്ലേ ഉണ്ണി. അമ്മ എന്നെ പറ്റി ഇങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങളെ ഞാൻ നോക്കാതിരിക്കുവാണോ? അതൊക്കെ ശരിയാ, പക്ഷെ വന്നു കയറുന്ന പയ്യൻ ഞങ്ങളെ നോക്കുമെന്ന് എന്താ മോനെ ഉറപ്പ്? ഞാൻ നോക്കൂ, അതുപോരെ. നിങ്ങൾ രണ്ടുപേരെ എത്ര കാലം വേണേലും ഞാൻ നോക്കത്തില്ലേ? പിന്നെന്തിനാ അമ്മ വിഷമിക്കുന്നത്? അമ്മയ്ക്ക് ആ ഒരു വാക്ക് കേട്ടാൽ മതി. ഒരിക്കലും അച്ഛനെ കണ്ണ് മറക്കല്ലേ കുഞ്ഞ്. താനിത് എവിടെ പോയിരുന്നു? ഞാൻ അപ്പുറത്ത് തൂക്കുമായിരുന്നു ചേട്ടാ. ഇച്ചിരി വെള്ളം ഇനി കൊണ്ടുവാ. അവളെന്ത് ചെയ്യടി കൊച്ച്? അവള് കുഞ്ഞിന് എന്തോ വാങ്ങിക്കാൻ ടൗണിൽ പോയേക്കുവാന്നേ. എനിക്കുള്ള മരുന്ന് അവള് മേടിച്ചോണ്ട് വരുവോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരും. പിന്നെ ചേട്ടാ, അവൾ എന്നോട് ഈ കഴുത്തകരണ മാല ചോദിച്ചു. അത് അവിടെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും കൊടുത്തേരെ. അങ്ങനല്ല ചേട്ടാ, നമുക്ക് ആകെ ഉള്ളത് ഇതല്ലേ. ഇതും കൂടെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വന്നാൽ പിന്നെ എന്നാ ചെയ്യുന്നേ? സാരമില്ലടോ, അവള് നമ്മളെ നോക്കിക്കോളൂടോ. ഇപ്പൊ തന്നെ മോൻ എന്നും അവളെ വിളിക്കാറുണ്ട്, പക്ഷെ നമ്മളെ എന്ന് തിരക്കോ നമ്മളെ അന്വേഷിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ചേട്ടാ. എനിക്ക് ആകെ എന്തോ ഒരു ഭയം പോലെ. അത് അവന്റെ ജോലി തിരക്ക് കൊണ്ടാ. പെരപണിയൊക്കെ തീരാറായില്ലേ? നമ്മൾ എത്ര നാളായി ഈ കാറ്റത്ത് മഴയത്ത് ഈ ചായപ്പിൽ ഇങ്ങനെ കിടക്കുന്നു. അവൾ ഇതുവരെ നമ്മളെ ആ വീട്ടിലേക്കൊന്നും വിളിച്ചില്ലല്ലോ. സാരമില്ല, അവള് നമ്മളെ വിളിച്ചോളൂടോ. എന്തോ ആകെ ഒരു പന്തികേട് പോലെ, ഒരു മനസമാധാനവും ഇല്ലല്ലോ. അതൊക്കെ തനിക്ക് തോന്നുന്ന ഒരു കുഴപ്പമില്ല. നമ്മുടെ മോളല്ലേ. ആ, എല്ലാം ചേട്ടൻ്റെ വിശ്വാസം പോലെ തന്നെ നടക്കട്ടെ. എന്റെ ദൈവമേ, ഒരു കുറവില്ല ചേട്ടാ. ദൈവമേ, എന്താ ചെയ്യ? കൊച്ചേ, ഈ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. മോനെ, മോളെ, മോളെ, മോനെ ഒന്ന് ഓടി വാടി തന്നെ. അച്ഛന് തീരെ വയ്യാതെ കിടക്കുന്നത് നീ കണ്ടോ? ഈ അമ്മയെ ഈ അച്ഛനെ ഇങ്ങനെ കൊളവാക്കുന്നേ. ഒരു ചെറിയ അസുഖം വന്നാലും വലിയതായിട്ട് ഊതി പെരുപ്പിച്ച് അങ്ങ് വലിയ വിഷയമാക്കും. ഇത് ചെറിയ അസുഖമല്ല മോനെ, അച്ഛന് തീരെ വയ്യടി.
ഇത് സ്ഥിരമുള്ളതല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചാക്ക് ഗുളിക വാങ്ങിച്ചത്, അത് മൊത്തം അങ്ങ് തിന്നോ? എടി ഇപ്പൊ ഗുളിക ഒന്നുമല്ലടി, എന്റെ പൊന്നു മോനെ അച്ഛനെ ആശുപത്രി കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യടി. എന്തൊരു ശല്യമാണെന്ന് നോക്ക്. ചേട്ടനെ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റുമോ അമ്മ ഓരോന്ന് പറഞ്ഞ് വിളിച്ച്? മോനെ ഈ ഒരു തവണത്തേക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്ന് വിളിക്കും മോനെ, അച്ഛനെ ആശുപത്രി കൊണ്ടുപോയി എന്തെങ്കിലും പറ്റും. നക്കപ്പിച്ച കൊടുത്ത് കെട്ടിച്ചു വിട്ടിട്ട് പാവം ചേട്ടനിട്ട് എപ്പോഴും അങ്ങ് കഷ്ടപ്പെടുത്തുക. ഞാൻ നോക്കട്ടെ എന്തോ ചെയ്യാനാണ്. ചേട്ടൻ പേടിക്കണ്ട കേട്ടോ, ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആശുപത്രി പോകാം കേട്ടോ, വിഷമിക്കണ്ട. വെള്ളം വേണോ? ഇതില് വെള്ളമില്ല, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമേ. ഹലോ ചേട്ടാ, ഇവിടം വരെ ഒന്ന് വരുമോ? അച്ഛന് വീണ്ടും വയ്യാതായി. അങ്ങനെ പറഞ്ഞ എങ്ങനാ? പ്രായമല്ലേ, തീരെ വയ്യ. എന്തെങ്കിലും പറ്റിപ്പോയ എന്ത് ചെയ്യും? എന്തോ ഈ ചേട്ടാ ഈ പറയുന്നേ? അമ്മനെ ഇവിടെ വീട്ടു ജോലിക്ക് നിർത്തിയിട്ട് അച്ഛനെ അനാഥാലയത്തിലോട്ട് പറഞ്ഞു വിടാനോ? നിങ്ങളൊരു മനുഷ്യനാണോ? അങ്ങനൊക്കെ പറഞ്ഞ ചേട്ടൻ തന്നെ എനിക്ക് വലുത്. ശരി, അമ്മയോട് ഞാൻ എന്തൊക്കെ പറയാം. ശരിയെന്നോ? ഇതുവരെ ഒരുങ്ങിയില്ലേ? ഇപ്പൊ ഓട്ടോ വരും, ഒന്ന് പെട്ടെന്നാവട്ടെ. നമ്മളെ ഇപ്പൊ കഴിയും. ഇനി വിഷമിക്കണ്ട കേട്ടോ, ഇപ്പൊ മരുന്ന് വാങ്ങിക്കുമ്പോ ഇതെല്ലാം മാറും കേട്ടോ. വാ. അല്ല അമ്മ എങ്ങോട്ടാ? അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ പോവാൻ. വേണ്ട, അമ്മ വരണ്ട, അമ്മ ഇവിടെ ഇരുന്നു, ഞാൻ കൊണ്ടുപോയിക്കോളാം. അയ്യോ, അച്ഛനും തീരെ വയ്യ മോനെ, മോന്റെ കയ്യിൽ അച്ഛൻ നിൽക്കൂല. എനിക്കറിയാൻ നോക്കാൻ. അമ്മ ഇവിടെ ഇരുന്നോ? അമ്മ ഇല്ലെങ്കിൽ നാളെ ഞാനല്ലേ കൊണ്ടുപോകണ്ട. അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. മോനെ, അമ്മ പറഞ്ഞ മരുന്ന് വാങ്ങിക്കുന്ന നമുക്ക് മോൻ പറഞ്ഞാൽ ശരിയാവോടി? അമ്മ ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞില്ലേ? അച്ഛനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാനല്ലേ കൊണ്ടുപോകുന്നേ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ മരുന്നിന് കുറിക്കുമ്പോഴേ അച്ഛൻ ഇഞ്ചക്ഷൻ പേടിയല്ലേ, മോൻ ഇഞ്ചക്ഷൻ ഉള്ളത് ഗുളിയാക്കി തരാൻ പറയണം കേട്ടോ. ഞാനെല്ലാം പറഞ്ഞോളാം. ഇപ്പൊ മരുന്ന് വാങ്ങിക്കുമ്പോ എല്ലാം കുറയത്തില്ലേ? ഇല്ല ഒരു മടി. വാ മോനെ, അച്ഛനെ പിടിക്കണേടി, വീഴുപടി. ഞാൻ പിടിച്ചോളാം. അമ്മ എന്തിനാ പേടിക്കുന്നേ? ഇതെന്തോ ഈ തിരിഞ്ഞിരിഞ്ഞ് നോക്കി പോന്നെ, ഇതുവരെ കാണാത്ത പോലെ. പോയിട്ട് വാ, ഞാൻ ഇവിടെ ഉണ്ട്, പോയിട്ട് വാ. എത്ര നേരമായി നിങ്ങൾ മരുന്നിന് പോയിട്ട്, ഇതൊക്കെ എവിടെ പോയേക്ക് പോകണമെന്ന്. മോളെ, അച്ഛനെന്തേ മോനെ? അച്ഛന്റെ കാര്യം ഇനി അമ്മ നോക്കാം. എന്തോന്ന്? അച്ഛനെ ഞാൻ സുരക്ഷിതമായിട്ട് ഒരിടത്ത് ആക്കിയിട്ടുണ്ട്. എവിടെ? അതൊരിടത്ത്. അതെന്തിനാ അമ്മ അറിയുന്നേ? പിന്നെ ആരടി അറിയണ്ട? പണിയും കൊണ്ട് പോയ മനുഷ്യനെ എന്നാ പറ്റിടി? അമ്മ, ചേട്ടൻ പറഞ്ഞു അച്ഛനെ അമ്മയെ ഒരുപോലെ നോക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും ഒരാളെ നോക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അച്ഛനെ കൊണ്ട് അനാഥാലയത്തിലാക്കി. എന്തടി നീ എന്താ പറഞ്ഞേ? അമ്മ, ഈ പ്രായമായില്ല, ഇനി ഞങ്ങൾ പറയുന്ന അനുസരിച്ച് കിടക്ക്. എല്ലാരും ഒരുമിച്ച് നോക്കാൻ എനിക്ക് പറ്റുമോ? ചേട്ടന് വലിയ ജോലിയൊന്നും അല്ലല്ലോ. എന്തൊക്കെ ഈ മഹാഭാവി ചെയ്തിരിക്കുന്ന എടി, ആ ഒരു മനുഷ്യന്റെ ഒരു ആയുസ് മുഴുവൻ അല്ലടി നിൽക്കുന്നു. നീ നിന്നെ കെട്ടിച്ച് വിട്ട് കല്യാണം കഴിപ്പിച്ച് ഇത്രയൊക്കെ ആക്കിയിട്ട് നീ ഈ നരകത്തിലിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തിയും പോരാന്നിട്ട് നീ അവസാന കാലത്ത് എന്തോന്നാണ് ഈ മഹാഭാവി ചെയ്തത്? എവിടെയായാലും പോയി അച്ഛനെ പോയി വിളിച്ചോണ്ട് പാടി. പറ്റത്തില്ല. അച്ഛനെ അവിടെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. ആവശ്യത്തിന് മരുന്നും വെള്ളവും ഒക്കെ കൊടുക്കാൻ കറക്റ്റ് ആയിട്ട് അവിടെ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുവരെ അച്ഛനെ പോലെ എത്ര പേര് അവിടെ ഉള്ളത്? പിന്നെ അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ? നീ എവിടെ കൊണ്ടാക്കിയാലും വിളിച്ചോണ്ട് പോവാ. ഞാൻ പിച്ചെടുത്തിട്ടാലും ഞാൻ ആ മനുഷ്യനെ നോക്കിക്കൊള്ളാം. നീ പോയി വിളിച്ചോണ്ട് പോവാ. ഇത്ര നാളും എങ്ങനെ നോക്കിയത്? ഞങ്ങൾ തന്നെ എല്ലാവരും നോക്കിയത്. നീ ഞാൻ കാണിച്ചു തരാണ്. ഉറപ്പിച്ചു തന്നെ ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരും ചേട്ടാ. അമ്മയാണ് നേരെ ചൊവ്വ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി? ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുവെക്കും? കൂടുതലൊന്നും ആലോചിക്കാനില്ല, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ അച്ഛനും അമ്മയല്ലേ, എന്നെ അവർ നല്ലതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന് പറ്റിയ ജോലി നോക്കി അവരെ നോക്കിക്കോളാം. ഇല്ല, ഞാൻ ഇറങ്ങുക. മാറ്റം ഇല്ല. അച്ഛൻ കഴിഞ്ഞതൊക്കെ മറക്ക്. നിങ്ങളെ കമ്മിന്ന് ഞാൻ പിരിക്കത്തില്ല. ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. ബാ. അമ്മേ, എനിക്കമ്മ ഇത് എത്ര നേരമായിട്ട് കിടക്കാം. ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. അമ്മേ, എനിക്കമ്മേ. അമ്മേ,
എടോ 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 ഞാൻ വന്നു ഞാൻ വന്നോ ഞാൻ വന്നു എന്താ അച്ഛൻ ചുമക്കുന്നേ? ചൂടുവെള്ളം വല്ലതും വേണോ? വേണ്ട മോളെ, അച്ഛൻ പോവാ. എവിടെ പോന്നു? നീ എന്നെ എവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നോ അവിടെ വിട്ടു. അച്ഛൻ ഇനി എങ്ങും പോകുന്നില്ല. അച്ഛനെ ഞാൻ പൊന്നു പോലെ ഇവിടെ നോക്കിക്കോളാം. മോളെ, നീ ഇത് ഇപ്പോഴല്ല നീ ചിന്തിക്കേണ്ടത്, നേരത്തെയായിരുന്നു. അച്ഛൻ എന്ത് ദേഷ്യമുണ്ടോ? ഇല്ല മോളെ, അച്ഛൻ നിന്നെ ഒരിക്കലും ശപിക്കത്തില്ല. നമ്മുടെ വീട് സ്വർഗമല്ലായിരുന്നോ? നശിപ്പിച്ചില്ലേ? പോവാ പോവാ.